വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 30 മുതൽ 34 വരെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെ. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും, എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നമ്മളെല്ലാം ശൂന്യ കരങ്ങളായിട്ട് ഇവിടെ ഇരിപ്പാൻ സമർപ്പിക്കപ്പെട്ട് കർത്താവ് നമ്മളെ നിറച്ച് ഇവിടുന്ന് മടക്കി അയക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദരങ്ങളും തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങുകയാട്ടെ. എല്ലാ ദരങ്ങളും തുറന്നേ, എല്ലാ ദരങ്ങളും തുറന്നേ. ഇതൊരു ലേഡീസ് കോൺഫറൻസ് ആണ്. ഞാൻ മിണ്ടാതെ ഇരുന്നോളാം, ദൈവദാസി അവിടെ ശുശ്രൂഷിച്ചോളും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരുമിച്ചാ ശുശ്രൂഷിക്കുന്നത്. നമ്മളോട് ഒരുമിച്ച കർത്താവ് സംസാരിക്കാൻ പോകുന്നേ. നമ്മൾ ഒരുമിച്ച പ്രാർത്ഥിക്കാൻ പോകുന്നേ. ഞാൻ നിങ്ങൾ അങ്ങനെ വലിപ്പ വ്യത്യാസമൊന്നുമില്ല. ഞാനും നിങ്ങളിൽ ഒരാളെ പോലെ പ്രത്യേകിച്ച് വലിയ മിടുക്കോ കഴിവോ ഒന്നും എനിക്കില്ല. കർത്താവ് എന്ന് വല്ലതും സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ബലപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാ അധരങ്ങളും തുറന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അകത്തു വ്യാപരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, അഭിഷിക്ത ദാസന്മാർ ഇങ്ങനെ ഇരിക്കാതെ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ ഒന്ന് ഉരുവിട്ട് തുടങ്ങിയാട്ട്. അഭിഷേകം പ്രാപിക്കാത്ത ദൈവമക്കൾ ഇന്ന് പകലിൽ എനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തം ജയം പറഞ്ഞ് എല്ലാ കരങ്ങളും ഒന്ന് ചലിക്കട്ടെ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് അല്പസമയം പോരാ. ഒത്തിരി ബന്ധപ്പാടുകളുടെ നടുവിൽ ഈ സുവിശേഷ മഹായോഗം ദൈവം ഇവിടെ തുടങ്ങി വെച്ചു. ഈ പ്രസ്ഥാനത്തെ കർത്താവ് ഇത്രത്തോളം വളർത്തി. പ്രസ്ഥാനം വളർന്നപ്പോൾ നമ്മളും വളർന്നു. ദൈവസഭ വളർന്നപ്പോൾ നമ്മളും വളർന്നു. നമ്മുടെ സഭ വളരുന്നോറും നമ്മളും വളരും. ഇന്ന് പകലിൽ ഇട്ടേച്ചു പോകുന്ന ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നമ്മുടെ തലമുറകളായിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ ശക്തി ഒന്ന് ഇറങ്ങട്ടെ. എല്ലാ കരങ്ങളും അല്പനിമിഷങ്ങൾ. ഇന്നലെ രാത്രി കിടന്നുറങ്ങി അനേകർ ഈ ഉച്ചയ്ക്ക് 12:45 മോർച്ചറിക്കകത്ത് വിശ്രമിക്കുമ്പോൾ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പന്തലിനകത്ത് ദൈവം നമ്മളെ കൂട്ടി വരുത്തിയെങ്കിൽ ഈ മഹത്വം പോരാ. ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇതിനകത്തു വ്യാപരിച്ചു തുടങ്ങട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഇന്ന് പകലിൽ ഒഴിഞ്ഞ പാത്രമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഒരു നിറവിന്റെ അനുഭവത്തോടെ ഇന്ന് പകലിൽ ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ.
പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉലാവുന്ന ദൈവ സാന്നിധ്യം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അനുഭവിക്കുന്ന എന്റെ വാത്സല്യ സഹോദരിമാർ എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു ദൈവ സാന്നിധ്യം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്നൊരു വിടുതൽ വ്യാപരിക്കണമേ. മാനസിക തലങ്ങളിൽ ഒരു വിടുതൽ വ്യാപരിക്കണമേ. ആത്മീക തലങ്ങളിൽ ഒരു വിടുതൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളികളുടെ മേലൊരു വിടുതൽ വ്യാപരിക്കണമേ. കുടുംബങ്ങൾക്കകത്തെ ശൂന്യത ഇന്ന് പകലിൽ മാറട്ടെ. ഞങ്ങളുടെ ബാധ്യതകൾ ഇത് മാറട്ടെ. ഒരു പുത്തൻ അഭിഷേകത്തിന്റെ അടുത്ത റലത്തിൽ ഞങ്ങളെ കയറ്റണമേ. വിശ്വസിക്കുന്നവർ എത്ര പേർ ഇതിനകത്ത് റിസീവ് ചെയ്യുന്നുണ്ട്? എത്ര പേർ? ഒരു വ്യത്യസ്തമായ അനുഭവം ഇന്ന് പകലിൽ ഞാൻ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ചില സെക്കൻഡുകൾ യേശുവിന്റെ നാമത്തിൽ യെസ്. Thank you Lord Jesus. ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഒരു ആമേൻ പറയാമോ? നമ്മൾ വായിച്ച വാക്യം മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അല്ലേ? മത്തായി എഴുതിയ സുവിശേഷത്തെ കുറിച്ച് ചില മുഖവുരകൾ വേഗത്തിൽ പറഞ്ഞ് വചനത്തിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. AD 58-68 കാലഘട്ടങ്ങളിൽ പലസ്തീനിലോ അന്ത്യോക്യയിലോ സിറിയയിലോ വെച്ച് ഇത് എഴുതിയെന്നു എന്ന് വേദശാസ്ത്രം പറയുന്നു. നമുക്കറിയാം, അൽഭായുടെ മകനായ ലേവി എന്ന് മറുപേരുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണിത് എഴുതിയത്. സ്തോത്രം. ഒരു ദൂത് ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ കൈമാറുവാൻ ഞാൻ വളരെയധികം ബന്ധപ്പെടുന്നു. നമുക്കറിയാം, അൽഭായുടെ മകനാണ്, ലേവി എന്നൊരു മറുപേരുണ്ട്, കർത്താവിന്റെ ശിഷ്യനാണ്, ചുങ്കം പിരിച്ചിരുന്ന വ്യക്തിയാണ്. ഇത്രയും നമുക്കറിയത്തുള്ളൂ. നമുക്കറിയാത്തൊരു കാര്യം ദൈവാത്മാവ് സംസാരിക്കാൻ പോവുക. അവനവനുള്ളത് വരുമ്പം ആരാധിച്ച് ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഒരാമേൻ പറഞ്ഞേ ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞ വലിയ ഗെറ്റപ്പുള്ള ജോലിയൊന്നുമല്ല. കാരണം ചുങ്കം പിരിക്കുന്ന വ്യക്തികൾ പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല മതസ്ഥരായ പല വിജാതീയരുമായിട്ട് ഇടപഴകേണ്ടി വരും. അത് യഹൂദന്മാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് യഹൂദന്മാരുടെ മുൻപിൽ, സൊസൈറ്റിയുടെ മുൻപിൽ, ആസ് എ ഫാമിലിയുടെ മുൻപിൽ ഒരു വിലയുമില്ലാത്തൊരു ജോലിയാ ചുങ്കം പിരിക്കുക. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ ലേവി എന്ന് മറുപേരുള്ള ഈ മത്തായി ചുങ്കം പിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ജോലി ചെയ്തു കഴിഞ്ഞ് ഭവനത്തിലൊക്കെ വന്ന് അല്പം കാറ്റ് കൊള്ളാനൊക്കെ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ, താൻ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ അയൽപ്പക്കത്തുള്ള വ്യക്തി വാതിൽ വലിച്ചടച്ച് അകത്ത് കയറിപ്പോകും. നിങ്ങൾ ഇവിടെ ഉണ്ടോ എൻ്റെ കൂടെ? സ്തോത്രം പറഞ്ഞോണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. വാതിൽ എന്ത് ചെയ്യും? വലിച്ചടയ്ക്കും. അത്രത്തോളം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? അയൽവാസികൾ വെറുക്കുന്നു. സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങുക. മാർക്കറ്റിൽ ചെന്നു വെജിറ്റബിൾസ് മേടിക്കാൻ 200 രൂപയുടെ ഒരു കിറ്റ് എടുക്ക് എന്ന് പറയുമ്പോൾ, ആവശ്യപ്പെടുന്ന വ്യക്തി മത്തായി ആണെങ്കിൽ പച്ചക്കറി കൊടുക്കുന്നവൻ കുനിഞ്ഞു നിന്നേ എടുത്തു കൊടുക്കത്തുള്ളൂ. സ്തോത്രം. മുഖത്തോട്ട് നോക്കാൻ താല്പര്യമില്ല. ആമേൻ. ആരെയൊക്കെയോ തൊട്ടോണ്ടിരിക്കുക. മീൻ മേടിക്കാൻ ചെന്നാലും, അത് ഒരു ഷർട്ട് മേടിക്കാൻ ചെന്നാലും സ്റ്റാഫുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് എടുത്തു കൊടുക്കുന്നത്. ഇഷ്ടമല്ല, കാണുന്നത് ഇഷ്ടമല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല, അദ്ദേഹത്തിന്റെ രീതികൾ ഇഷ്ടമല്ല. മൊത്തത്തിൽ ആ വ്യക്തിയെ വെറുത്ത് നോക്കിയേ. ഒന്ന് ശ്രദ്ധിച്ചേ. തന്റെ കുടുംബം മാത്രമാ വെറുത്തതെങ്കിൽ ഓക്കെ, സുഹൃത്തുക്കൾ ഇല്ല, സുഹൃത്തുക്കൾക്കും വെറുപ്പ, അയൽവാസികൾക്ക് വെറുപ്പ, ദേശക്കാർക്ക് വെറുപ്പ. താൻ എവിടെ ചെന്നാലും എല്ലാവർക്കും തന്നെ വെറുപ്പ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഒരു സമൂഹം മുഴുവൻ വിധി എഴുതി ഈ ജോലിയൊക്കെ ചെയ്ത് സ്തോത്രം പറഞ്ഞിരിക്കണേ, ജീവിച്ച് മരിച്ചങ്ങ് പോകത്തതേ ഉള്ളൂ. ബൗണ്ടറി, അൽഫായുടെ മകന് ഒരു സൊസൈറ്റി ഒരു ബൗണ്ടറി ഇട്ടു. സ്തോത്രം. എന്നാൽ ആ ബൗണ്ടറിയെ പൊട്ടിക്കാൻ ഒരുവൻ അവിടോട്ട് വരുക. ഇന്ന് പകലിൽ ബൗണ്ടറികൾക്കകത്തായിരിക്കുന്നത് സമ്മതിച്ചു. മനുഷ്യരിട്ട ബൗണ്ടറി, പിശാചിട്ട ബൗണ്ടറി, സമൂഹമിട്ട ബൗണ്ടറിക്ക് അകത്തായിരിക്കുന്നത്. സാരമില്ലെന്ന് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു വലിയവനായ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ ബൗണ്ടറിയെ ഭേദിച്ച ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്പനിമിഷങ്ങൾ കരങ്ങളെ ചേർത്തടിച്ച് ബൗണ്ടറികളെ പൊട്ടിച്ച പാപത്തിന്റെ കറ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാൽവറി ക്രൂശിൽ അവൻ പാപത്തിന്റെ നടിച്ചുവർ ഇടിച്ചു നിരത്തിയ ആ ദൈവത്തിനൊരു മഹത്വം. മത്തായിയുടെ ബൗണ്ടറി മാറാൻ പോവാ. സ്തോത്രം. എല്ലാവരും വിധി എഴുതി. 70 വയസ്സ് വരെ ലേവി ജീവിക്കും, ചുങ്കം പിരിച്ച് മരിച്ചു പോകും. സ്തോത്രം. പക്ഷെ വിധി മാറാൻ പോവാ. വിധി മാറാൻ പോവാ. ഇന്ന് പകലിൽ ശത്രു നമ്മുടെ തലമുറകൾക്ക് എഴുതി വെച്ചിരിക്കുന്ന ചില വിധികൾ മാറുകയാണ്. അവരുടെ വിദ്യാഭ്യാസത്തെ ബന്ധിച്ച ചില ദേശത്തിന്റെ ഘടനകൾ, അവരുടെ ഭാവിയെ ഒതുക്കിയ ചില മേഖലകളിൽ കഴിയുകയാണ്. ഏറ്റെടുക്കുന്ന മാതാക്കന്മാരെ, ഏറ്റെടുക്കുന്ന പിതാക്കന്മാരെ, ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് ആരാധിച്ച് ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ തന്നെ അവൻ തലമുറകളുടെ ചില ബന്ധനങ്ങൾ അഴിയുന്ന പകലാവട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ച് ഏറ്റെടുക്കുന്ന എന്റെ വാത്സല്യ സഹോദരിമാർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് ഇത് ആരാധിച്ച് ഏറ്റെടുക്കുന്ന സകല തലമുറകൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ബൗണ്ടറികൾ അഴിയട്ടെ. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. വൈശസാദന ഹർത്തമന റമൽഖാദിയ ലഗടക ശംദന ഹർത്തൽ പ്രൗഢമ റഗദന അടഗജാദല ഗടക ശംഠമന. യേശുക്രിസ്തു ലേവിയുടെ ബൗണ്ടറി പൊട്ടിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം, വേദപുസ്തകത്തിന് മാറ്റമില്ല, അല്ലേ? വിശ്വസിക്കുന്നതിന് അമ്മയും പറഞ്ഞേ. വചനത്തിന് എന്തോ ഇല്ല. ഓ ഹലോ, വചനത്തിന് എന്തോ ഇല്ല, മാറ്റമില്ല. കർത്താവിന്റെ 2ാം വരവോടുകൂടി മാറ്റം വരുമോ? ഇല്ല. അനന്ത കോടി 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 യുഗം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എണ്ണമില്ലാത്ത ശതലക്ഷ കോടി നിത്യയുഗം ദൈവസഭ ദൈവത്തോട് വാഴുന്ന കാലം വരെയും അനാദികാലം ഈ ബൈബിളിന് മാറ്റമില്ല. ദൂതിലേക്ക് കയറുക. അങ്ങനെ മാറ്റമില്ലാത്തടത്തോളം കാലം 66 പുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ 1ാമത്തെ പുസ്തകം എഴുതുവാൻ ലേവിയ ദൈവം തെരഞ്ഞെടുത്തു. മനുഷ്യൻ വിധി എഴുതിയ ലേവിയുടെ ബൗണ്ടറി മാറിയപ്പോൾ വചനം ഉള്ളത്തോടത്തോളം കാലം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകത്തിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. അവന്റെ പേര് മാത്യു. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. മനുഷ്യൻ മാറ്റുന്നത് പോലെയല്ല, ദൈവം ഒരുവന്റെ രേഖ മാറ്റിയാൽ അത് മാറ്റിയതാ.
കർത്താവ് മാറ്റുകയോ. അല്പനിമിഷം കരങ്ങളെ ചേർത്തടിച്ച് നാളത്തെ സഭയാ നമ്മുടെ തലമുറ. ലോകമയത്വങ്ങളിൽ പിടിച്ചു കെട്ടുന്ന പാപത്തിന്റെ കറയിൽ ബന്ധിക്കുന്ന നമ്മുടെ തലമുറകളെ യേശുവിന്റെ നാമത്തിൽ റിലീസ്. ഏറ്റെടുത്തോ, 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 ഏറ്റെടുത്തോ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ എങ്ങനെ പ്രതികരിക്കണോ അങ്ങനെ പ്രതികരിക്കാം. ശക്തിയോടെ, ശക്തിയോടെ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച് പ്രതികരിക്കണോ. എഴുന്നേറ്റോ. അവിടെ ഒരാന്റെ ഫ്രണ്ടിൽ എഴുന്നേറ്റു ആരാധിച്ച് ഏറ്റെടുക്കുക. ഒരു ദേശം മുഴുവൻ വിധി എഴുതിയ, ഒരു സമൂഹം മുഴുവൻ വിധി എഴുതിയ, ലേവിയുടെ വിധി മാറ്റി എഴുതിയ ദൈവം. വേദ പുസ്തകം ഉള്ളിടത്തോളം കാലം ചുങ്കക്കാരന്റെ പേരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ തലമുറയുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ, എത്ര പേര് പരിശുദ്ധാത്മാവിൽ ഇത് ഏറ്റെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അല്പസമയം നിന്റെ സന്നിധിയിൽ അടുത്തു വരിക. ഇന്ന് പകലിൽ കർത്താവെ ഞങ്ങളുടെ സകല തലമുറകളെ ദൈവകരങ്ങളിൽ വിട്ടുതരുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ബൗണ്ടറികൾ തലമുറകളെ വിട്ടഴിയ ചലിക്കട്ടെ. 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 കർത്താവെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്ന പ്രിയ അമ്മമാർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്ന് അവരെ ദൂത് അംഗീകരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭവനങ്ങളിൽ ഈ സെക്കൻഡിൽ മിറക്കിൾ നടക്കട്ടെ. ജീസസ്. എഴുന്നേറ്റ് നിന്നവരോടെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടുക. പെട്ടെന്ന് ദൂത് കൈമാറുക. അടുത്തു വന്ന് പറയണമെന്ന് ആഗ്രഹം. ഒരു പൊതു സമ്മേളനമായതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ ഇവിടെ തന്നെ നിന്ന് പറയുന്നു. അത്ഭുതം നടക്കും നിശ്ചയം. കരങ്ങളെ ചേർത്തടിച്ച് റിസീവ്. Yes. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഓപ്പൺ. വേഗത്തിൽ വചനത്തിൽ മടങ്ങി വരുന്നു. ഇനിയും പരിശുദ്ധാത്മാവ് ദൂതുകൾ കൈമാറും. ഏറ്റെടുത്തോണം. സ്തോത്രം. ലേവിയുടെ സ്ഥിതി മാറി. ആ മത്തായി എഴുതിയ സുവിശേഷത്തിലൊരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൽ പൂർണ്ണമായി എന്ത് ചെയ്യണം? എന്ത് വായിച്ചു കേട്ടെ? വിശ്വസിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണം? ചുമ്മാ വിശ്വസിച്ചാൽ മതിയോ? ചെറുതായിട്ടോ? മീഡിയം? ദ കംപ്ലീറ്റ് ബിലീവ്. പൂർണ്ണമായി ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇന്ന് പകലിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഇതിനകത്ത് ഏറ്റെടുക്കുന്നവരുടെ മേലെല്ലാം ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. വേദപുസ്തകത്തിൽ ഒത്തിരി വനിതാ കുസുമങ്ങൾ പോരാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് വാഗ്ദത്തം പിടിച്ചടക്കിയ അനേക പ്രിയപ്പെട്ടവരുണ്ട്.
ഒരാളെ കുറിച്ച് വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വേഗത്തിൽ. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവനെ അഹരോനെയും മോശയെയും പ്രസവിച്ചു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് ഒന്നുകൂടെ വായിച്ച്, അധികം ആരും കേട്ടിട്ടില്ല. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവനെ അഹരോനെയും മോശയെയും പ്രസവിച്ചു. യോഖേബേദ്. പ്രൈസ് ദി ലോർഡ്. എന്തോ സ്ത്രീയുടെ പേര്? എന്തോ തിരിയാത്തൊരു പേരല്ലേ, പക്ഷെ കർത്താവിന്റെ മഹത്വം കണ്ടവളാ. സ്തോത്രം. വായിക്കാം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ വേഗത്തിൽ. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മതി, ശ്രദ്ധിച്ചേ. കനാനിൽ നിന്നും മിസ്രൈമിൽ എത്തിച്ചേർന്ന യാക്കോബിന്റെ തലമുറയെ അഥവാ ഇസ്രായേൽ ജനത്തെ യോസഫിനെ അറിയാതെ ഭരണം മാറി വന്ന ഫറവോൻ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇരുമ്പ് ചൂളയിലെ ചൂടേറിയ അനുഭവങ്ങളിൽ ഇസ്രായേൽ ജനത്തെ തളച്ചിടുക, കഴുത്തിൽ നുകം വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുക. നിവർന്ന് നിന്ന് മേശിരിപ്പണി ചെയ്യാൻ വയ്യ നമുക്ക്. കഴുത്തിൽ നുകം വെച്ചിട്ട് അവരെ അടിമവേല ചെയ്യിപ്പിക്കുക, അവരുടെ ശരീരത്തെ അടിക്കുക, ദണ്ഡിപ്പിക്കുക, ഇത്യാദി മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതകൾ മനുഷ്യനോട് കാണിക്കുന്ന കാലയളവിൽ ഒരു രാഷ്ട്രത്തെ വിടുവിപ്പാൻ ഒരുത്തന്റെ ജനനം. സ്തോത്രം, 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 സ്തോത്രം. നിയോഗമുള്ള തലമുറയാണ് ഉദരത്തിൽ വഹിക്കുന്നതെങ്കിൽ പുറത്തു ഇളക്കം തട്ടും. മോശയുടെ സഹോദരൻ 3 വയസ്സ് കൂടുതലുള്ള അഹരോന്റെ ജനന സമയത്ത് അഹരോനെ ഒളിപ്പിച്ചതായിട്ട് കാണുന്നില്ല. എന്ന് വെച്ചാൽ മോശയുടെ ജനന കാലഘട്ടങ്ങളിലാണ് ഫറവോൻ നിയമം കഠിനമാക്കുന്നത്. വാഗ്ദത്തം അകത്ത് കിടപ്പുണ്ടെങ്കിൽ വാഗ്ദത്തത്തിനകത്താണ് നീയും നിന്റെ കുടുംബവും നിലനിൽക്കുന്നതെങ്കിൽ പുറത്ത് ചില ഇളക്കങ്ങൾ തട്ടും. ഇന്ന് പകൽക്കാലം പുറത്തെ ഇളക്കങ്ങളിൽ പതറരുത്. റിസീവ്. അഭിഷേകമുള്ള ചില തലമുറകൾ ചില മാതാക്കന്മാരിൽ നിന്ന് പുറത്തു വരാൻ പോകുക. വിശ്വസിച്ചോ? പുറത്തു വന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ചില തലമുറകളെ കരങ്ങളെ ചേർത്തടിച്ച് യെസ്, നിയോഗമുള്ള തലമുറയാണോ വീടിനകത്തുള്ളതെങ്കിൽ പുറത്ത് ചില ഇളക്കങ്ങൾ തട്ടും. ഇന്ന് പകലിലെ ഇളക്കത്തെ മൈൻഡ് ചെയ്യണ്ട. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ചില അല്പ സെക്കൻഡുകൾ കരങ്ങളെ ചേർത്തടിച്ച് ഫറവോൻ ഇളകട്ടെ, ദേശം ഇളകട്ടെ, രാജ്യം ഇളകട്ടെ. റിസീവ് ചെയ്തോ, റിസീവ് ചെയ്തോ, റിസീവ് ചെയ്തോ, റിസീവ് ചെയ്തോ. അഭിഷേകമുള്ള തലമുറയാണോ പുറത്ത് ഇളകും. ഇളകട്ടെ. ആരും ഇളകി പറയട്ടെ. പർവ്വത സമമായ പ്രതികൂലത്തിനകത്ത് മോശയെ 3 മാസം ഒളിപ്പിച്ചു വെക്കുവാൻ ധൈര്യം കാണിച്ച യോഖേബേദിനെ പോലെ ഒരാത്മീക ധൈര്യം ഇന്ന് പകലിൽ ഈ പന്തലിനകത്തും വ്യാപരിക്കട്ടെ. കർത്താവേ, അല്പ നിമിഷങ്ങൾ ഞങ്ങൾ കരങ്ങളെ ചേർത്തടിച്ച് ഈ ദൂത് റിസീവ് ചെയ്യുക. ഭവനത്തിന്റെ അകത്തുള്ള പ്രതികൂല
എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച് റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം. നിന്റെ തലമുറകളുടെ സ്റ്റാൻഡുകൾ മാറുകയോ. റദല ഹൽകമന വൈശസ്യാദന ഹതുന റഗത് ഖാദബലഗ ശംധന അർഥമന വേദരാജ ബൽഖതുന റബൽ ഖാദിയാലഗ ശസ്യാദന. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പരിശുദ്ധാത്മാവിൽ കൈമാറട്ടെ. അഭിഷേകമുള്ള തലമുറ അകത്തുണ്ടോ? പുറത്ത് ഇളക്കം തട്ടോ. ഇന്ന് പകലിൽ റിസീവ്. പുറത്തിളകുന്നത് കണ്ട് ഭയപ്പെടണ്ട. ചലിക്കട്ടെ. ചലിക്കട്ടെ. ആരാധിച്ച് ഏറ്റെടുക്കാൻ സർവ്വ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഒരൊറ്റ മുതൽ കത്തട്ടെ. ധീവല ഹൽഖന ധനാല ഗച്ഛസിയാധന ഹംധന വൈശസാധന ഹൽഖമന റബല ശതുനി. ചില മിനിറ്റുകൾ കൂടി ആ കരങ്ങളെ ഒന്ന് ശക്തമായി ആത്മാവിൽ ചേർത്തടിച്ച് തലമുറകൾക്ക് വേണ്ടി അല്പസമയം നിയോഗമുള്ളതകത്തുണ്ടോ? പുറത്തിളകി തുടങ്ങാം. ഇളകുന്ന ശക്തിയെ നോക്കി പറ. ഊനമില്ലാതെ ഭംഗമില്ലാത്ത ആരോഗ്യമുള്ള ആയുസ്സുള്ള സൗന്ദര്യമുള്ള മോശയെ പുറത്തു കൊണ്ടുവന്ന ദൗത്യത്തിന് വേണ്ടി ഉയർത്തിയ കർത്താവ് ഇന്നിവിടെ ഉണ്ട്. അമ്രാമിന്റെ പിതാവിന്റെ സഹോദരിയും അമ്രാമിന്റെ ഭാര്യയുമായ യഹോവ അവളുടെ തേജസ് എന്നർത്ഥം വരുന്ന യോഖേബെദ് ദൈവത്തെ ആരാധിക്കുന്നവളും ദൈവത്തിൽ വിശ്വസിക്കുന്നവളും ധൈര്യത്തോടെ വാഗ്ദത്തത്തിന് വേണ്ടി നെഞ്ചം പിരിച്ചു നിൽക്കുന്നവളുമായിരുന്നു. ഇന്ന് പകലിൽ ചില യോഖേബെദുമാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. I command in the name of Jesus. ഒരു രാഷ്ട്രത്തെ നയിക്കാനുള്ള നിയോഗമുള്ള തലമുറയെ സേവ ചെയ്യാനുള്ള ആംബിയറുണ്ടോ? ചില രാജ്യങ്ങളെ പിടിച്ചടക്കാനുള്ള നിയോഗമുള്ള തലമുറയായിരിക്കും. ഇതിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ തലമുറയെ നിസ്സാരമായി കാണരുത്. അവരുടെ ബലഹീനത എടുത്തു പറയാതെ അവർക്ക് വേണ്ടി ഒന്ന് മുട്ടുമടക്ക. സ്തോത്രം. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. സൗണ്ട് കൊടുക്കണം. എബ്രായർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. നമ്മളെ കൊണ്ട് പറ്റൂ? ഹലോ, ഒരു അമ്മയും പറഞ്ഞേ. കേട്ടോ? അവര് കേട്ടില്ല. ഒന്നുകൂടെ വായിച്ചു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പറ്റുമോ? ഓ, ഇവിടെ ഉണ്ടോ? ഇത് പറ്റുമോ? പറ്റണം.
സ്തോത്രം, സ്തോത്രം. ജനനത്തിങ്കൽ പുരുഷ സന്താനങ്ങളെ കൊല്ലുക, പിന്നെ നദിയിൽ എറിഞ്ഞു കൊല്ലുക. രണ്ട് ക്രൂരമായ ലോസ് നിൽക്കുമ്പോൾ ഒളിപ്പിച്ചു വെക്കുവാൻ യോഖേബേദിനെ നയിച്ച ധൈര്യം വാഗ്ദത്തമാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ജനനത്തിങ്കൽ പറയും ഇൻക്യുബുലേറ്ററിലിട്, ഐസിയുവിലിട്, വെന്റിലേറ്ററിൽ കിടക്കട്ടെ 3 മാസം, വളർച്ച കുറവാ, ഹാർട്ട് ബീറ്റ് കുറവാ, എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ വാഗ്ദത്തമുണ്ടോ പുറത്തു വരും. ആമേൻ പറയാമോ? കൊല്ലുമെന്നുള്ള നിലവിളിയും മാതാപിതാക്കന്മാരുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞതിന്റെ അഘാതത്തിൽ ദേശമെങ്ങും നിലവിളി പരക്കുമ്പോൾ കൊഹാത്തിന്റെ മകനായ അമ്രാമിന്റെ ഭവനത്തിൽ അതാ ഒരു കരച്ചിൽ, ഒരു രാഷ്ട്രം പിറവിയെടുക്കുന്നു. ജീസസ്. ഒളിപ്പിച്ചു വെച്ച് 3 മാസം ധൈര്യം. എന്റെ സഹോദരിമാരൊക്കെ ഒരു പുതിയ ധൈര്യത്തിൽ 2024 കയറട്ടെ. ഒന്ന് ഏറ്റെടുത്ത് കരങ്ങളെ അല്പനിമിഷം ചേർത്തടിച്ച് നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് പ്രാപിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നേ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ അകത്തുള്ള അഭിഷേകമുണ്ടല്ലോ, ഭീരുത്വത്തിന്റെ അല്ല. ഏറ്റെടുത്തോ. 2024 പ്രതികൂലങ്ങളുടെ നടുവിൽ ആത്മധൈര്യത്തോടെ ചുവട് വെക്കുവാൻ ഒരഭിഷേകം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ കൈമാറുകയോ. കർത്താവേ, അങ്ങയുടെ ദാസിമാരായി ഞങ്ങൾ ഒരുമിച്ച് ചില സെക്കൻഡുകൾ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആത്മാവിന്റെ ഒരു ധൈര്യത്തിലേക്ക് ഞങ്ങൾ കയറുകയോ. യെസ്, ഇന്ന് പകലിൽ വെറുതെ കയ്യും കെട്ടിയിരിക്കുന്നവർക്ക് ഇത് ലഭിക്കത്തില്ല. ആത്മനിയന്ത്രണത്തിൽ ദേഹം തേകി ആത്മാവിനെ വിട്ടുകൊടുക്കുന്നവരുടെ മേൽ ഇത് പകരുകയോ. പ്രാപിച്ചോ. 2024 കുടുംബത്തിന് വേണ്ടി ഞാൻ ധൈര്യത്തിന്റെ ആത്മാവിൽ നിൽക്കും. ഏറ്റെടുത്തോ. എന്റെ ജീവിത പങ്കാളി രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ 2024 രക്ഷിക്കപ്പെടും. ഞാൻ ആത്മാവിൽ ധൈര്യപ്പെടുക. എന്റെ ജീവിത പങ്കാളി മദ്യപാനിയ, ഭയപ്പെടേണ്ട. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകം സഹോദരിമാര് നമ്മളിൽ നിന്ന് കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. അത് കുടുംബത്തിൽ നിന്ന് സഭയിലേക്ക് വ്യാപരിക്കട്ടെ. സ്തോത്രം. ഒളിപ്പിച്ചു വെച്ചു. 3 മാസം വരെയല്ലേ ഒളിപ്പിക്കാൻ പറ്റൂ. സ്തോത്രം. പിന്നെ എന്താ ചെയ്തേ? വായിച്ചേ പുറപ്പാട് 2:4 മുതൽ 3 മുതൽ. അവനെ പിന്നെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാതെ ആയപ്പോഴാ കേട്ടോ, അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നേറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരേണമോ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. 7-ാം അധ്യായം 17-18. യഹോവ വാതിലടച്ചു.
ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. 8:1 ദൈവം നോഹയെയും അവനോട് കൂടെ പുറപ്പാട് പുസ്തകം 25 അധ്യായം 10 മുതൽ. പുറപ്പാട് പുസ്തകം 25 അധ്യായം 10 മുതൽ. സ്തോത്രം സ്തോത്രം. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 4 വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 4 വാക്യം. സ്തോത്രം. അതിൽ പൊന്നുകൊണ്ടുള്ള കലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും. പുറപ്പാട് പുസ്തകം 2 അധ്യായം 10 വാക്യം വേഗത്തിൽ. പുറപ്പാട് പുസ്തകം 2 അധ്യായം 10 വാക്യം വേഗത്തിൽ. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരമ്മയും പറഞ്ഞേ, നമ്മള് 3 മാസം ഒളിപ്പിച്ചു വെച്ചു, പിന്നെ ഒളിപ്പിക്കാൻ കഴിയാതെ വന്നു. പക്ഷെ ധൈര്യം കൈവിട്ടില്ല. ഒരു ഞാങ്ങണ പെട്ടകം എന്ത് ചെയ്തു? വാങ്ങിയിട്ട് പശയും കീലും. സ്വോത്രം പറഞ്ഞിരിക്കണേ. ഈ ഞാങ്ങണ എന്ന് പറഞ്ഞാൽ നൈൽ നദിയുടെ ഡെൽറ്റകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. റീഡ് പ്ലാന്റ് എന്ന് പറയും. റീഡ് പ്ലാന്റ് ഓടിച്ച് പറയാം. അതിൻ്റെ ഇനത്തിൽപ്പെട്ട ചില ചെടികളാണ് ഈറ, മുള എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഒരു ഫാമിലിയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ നൈൽ നദിയുടെ ഡെൽറ്റയിൽ വളർന്നു വരുന്ന ഈ ഞാങ്ങണ ഇതിന്റെ ഫാമിലി, അതായത് ഒരു ശാസ്ത്രം ഞാൻ പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തില്ല. സയൻസിനകത്ത് നമ്മൾ ഈ ചുറ്റുപാടുകളിൽ കാണുന്ന സകല ചെടികൾക്കും ഒരു ചെറിയ തൈക്ക് വൃക്ഷത്തിനുമെല്ലാം 3 കാറ്റഗറീസ് ഉണ്ട്: ഫാമിലി, ക്ലാസ്, സ്പീഷീസ്. ഇപ്പൊ നമ്മൾ നമ്മുടെ പിതാവിനെ പരിചയപ്പെടുത്തുമ്പം വീട്ടുപേര് പറഞ്ഞ് അങ്ങ് തുടങ്ങത്തില്ല. ഇന്ന കുടുംബത്തിലെ അല്ലേ, ഇന്ന ഫാമിലിയിലെ ഇന്ന ആളിന്റെ കൊച്ചുമകനാ ഞാൻ, അല്ലെ കൊച്ചുമകളാ എന്ന് പറയുന്ന പോലെ നമ്മൾ കാണുന്ന ചെടിക്കൊക്കെ ഫാമിലി ഉണ്ട്. അവര് കുടുംബമൊന്നും ഇല്ലാത്തവരല്ല കേട്ടോ. നമ്മൾ കാണുന്ന ചെടിക്കൊക്കെ ഫാമിലി ഉണ്ട്, ക്ലാസ് ഉണ്ട്, സ്പീഷീസ് ഉണ്ട്. 3 കാറ്റഗറീസ് ഉണ്ട്. അതില് ഈ നൈൽ നദിയുടെ ഡെൽറ്റയുടെ ഷെൽഡുകളിൽ കാണുന്ന ഈ ഞാങ്ങണെ അറിയപ്പെടുന്നത് സൈപ്രസ് പാപ്രസ് എന്നാണ്. ഈ ഞാങ്ങണ ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പെട്ടകമാണ് ഞാങ്ങണ പെട്ടകം. സ്തോത്രം. അതിൽ പശയും കീലും തേച്ച് പൈതലിനെ അതിനകത്ത് യോഖേബെദ് കിടത്തി നൈൽ നദിയിൽ എന്ത് ചെയ്തു? ഞാങ്ങണകളുടെ ഇടയിൽ വെച്ചു. എന്റെ ചോദ്യം, പശയും കീലും തേക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ പെട്ടകം നിൽക്കാനാണ്. സ്തോത്രം. മറ്റൊരു ഇംഗ്ലീഷ് വേർഷനിൽ ഇതിനെ പാപ്രസ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നുണ്ട്. പാപ്രസ് ബാസ്ക്കറ്റ്. അപ്പൊ ഈ പാപ്രസ് ബാസ്ക്കറ്റ് വെള്ളത്തിലോട്ട് താഴ്ന്നു പോകാതിരിക്കാനാ പശയും കീലും. എന്നിട്ട് നദിയിൽ ഒഴുക്കി വിട്ടില്ലല്ലോ. ഹലോ, പശയും കീലും തേക്കുന്നത് എന്തിനാ? വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കാൻ. പക്ഷെ ഒഴുക്കി വിട്ടില്ലല്ലോ. വായിച്ചു കേട്ടത് ഞാങ്ങണയുടെ ഇടയിൽ വെച്ചെന്നല്ലേ? പിന്നെന്തിനാ യോഖേബേദേ നീ പശയും കീലും തേച്ചത്? മുന്നമേ കാണുക. അവിടെ വെളിപ്പാട് കണ്ടോ? പ്രതികൂലം വന്നിട്ടല്ല യോഖേബേദ് അഭിഷേകത്തിലായത്. പ്രതികൂലം വരുന്നതിന് മുൻപ് ആത്മാവിന്റെ പ്രൊട്ടക്ഷനിൽ എടുക്കുക. എന്തോ പ്രതികൂലം? വല്ല കാറ്റങ്ങാണും അടിച്ച് ഇളകി തട്ടി ഞാങ്ങണയുടെ ഇടയിൽ നിന്നെങ്ങാണും നൈൽ നദിയിൽ ഒഴുകി തുടങ്ങിയാൽ താഴെ പോകാതിരിക്കാൻ പശയും കീലും തേച്ചു. ഏറ്റെടുത്തോ? ആന്റിയോടാ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അഥവാ കാറ്റടിച്ചെങ്ങാനും ഇളകി പോയാലോ കീല് പരിശുദ്ധാത്മാവിന്റെ ആവരണത്തെ കാണിക്കുന്നതാ. നിന്റെ തലമുറ വല്ലാത്ത ഈ ലോകത്തിന്റെ കാറ്റിലെങ്ങാനും ഇളകിപ്പോയാലോ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവെന്ന ആവരണത്തിൽ അവനെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് തയ്യാറുണ്ട്? കരയുന്ന മാതാവേ, പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാനൊരു ദൂത് കൈമാറാൻ പോവാ. ആരാധിച്ചേറ്റെടുത്തോ. നമ്മുടെ അകത്തു വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥന എന്ന ആവരണം കൊണ്ട്, അഭിഷേകം എന്ന ആവരണം കൊണ്ട്, ഓ ജീസസ്, ആരാധന എന്ന ആവരണം കൊണ്ട് നിന്റെ പെൺതലമുറയെ ഒന്ന് പൊതിയാൻ നീ തയ്യാറാണോ? നിന്റെ ആൺതലമുറയെ ഒന്ന് പൊതിയാൻ നീ തയ്യാറാണോ? ഈ കാലഘട്ടത്തിൽ ഒരു പാപത്തിന്റെ ശക്തിയും നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടത്തില്ല എന്നൊരു ദൂത് ഞാൻ കൈമാറുക. ആ ബൈബിളുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഫ്രീ ആയിട്ട് ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് അല്പം നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആവരണം ഒന്ന് ഏറ്റെടുക്കുക. പുതിയ ആവരണം. പരിശുദ്ധാത്മാവേ, അല്പസമയം ഞങ്ങൾ നിന്നെ റിസീവ് ചെയ്യുന്നു. അടിയനെ അടക്കം ഒരു പുതിയ ആവരണം ഈ വർഷം ഞങ്ങളുടെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യത്തക്ക നിലകളിൽ ഒരഭിഷേകം. പശയും കീലും തേച്ചു വെച്ചു. അമ്മ അങ്ങ് പോയി, പക്ഷെ ഒരുത്തി പോയില്ല. മിര്യാം, മോശയുടെ മൂത്ത സഹോദരിയെ പോയില്ല. എന്താ മിര്യാമേ നീ പോകാഞ്ഞേ? സഹോദര വർഗത്തെ കുറിച്ച് എനിക്ക് ആത്മഭാരമുള്ളത് കൊണ്ട് അവനെ ഇട്ടച്ച് പോകാൻ മനസ്സ് വന്നില്ല. നീ അറിഞ്ഞ സന്തോഷം നിന്റെ സഹോദരൻ അറിഞ്ഞില്ലെന്നോ ഭാരമുള്ള സഹോദരി മിര്യാമിനെ പോലെ തപ്പെടുത്ത് ഇന്ന് പകൽക്കാലം കൈകളെ തട്ടി ഒന്ന് ആരാധിക്ക. ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് രൂപാന്തരപ്പെടുത്താൻ പോവുക. മിര്യാം തപ്പെടുത്ത് കരകടന്നതുപോലെ ഇന്ന് പകലിൽ അഭിഷേകം എന്ന തപ്പെടുത്ത് ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആത്മാവിൽ ആരാധിക്കുക. നിന്റെ സഹോദര വർഗത്തെ രക്ഷിക്കാൻ ഇന്ന് പകൽക്കാല കഴിവുള്ള കാൽവറി രക്തം ചിന്തിയ ഒരരിമനാഥൻ ഇവിടെ ഉണ്ട്. ആത്മഭാരമുള്ള മിര്യാം പോയില്ല. ദൂരെ നിന്ന് വീക്ഷിച്ചു. എന്ത് ഭവിക്കും? അപ്പൊ ആണ്ട്ര അടുത്ത ദൈവപ്രവൃത്തി. നിങ്ങൾ എന്റെ കൂടെ വരണേ വേഗത്തില്. ഒരാമ്മയും പറഞ്ഞേ, ദൂരെ നിന്ന് നോക്കുക. അപ്പം ഒരാള് വരിക. ഒരാള് ഫറവോന്റെ പുത്രി. എന്റെ ഒരു ചോദ്യം, കൊട്ടാരത്തിനകത്ത് നീരാടുന്ന വ്യക്തി എന്തിനാ നൈൽ നദിയിൽ നീരാടാൻ വന്നേ? ദൂത് കൈമാറാൻ പോവാ. സ്വോത്രം. കൊട്ടാര വളപ്പിനകത്ത് നീരാടുന്ന ഫറവോന്റെ പുത്രി, നീ എന്താ പതിവില്ലാതെ പുറത്തു വന്നേ? ക്വസ്റ്റ്യൻ ആൻസർ പുള്ളിക്കാരി എന്തോ പറയുന്നതെന്ന് ഞാൻ പറയാം. പതിവില്ലാത്തൊരു ശബ്ദം. ഓ, എന്റെ ആയുസ്സിൽ കേൾക്കാത്തൊരു മാറ്റൊലി. സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ. ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായി, ഇന്ന് വരെ കേൾക്കാത്തൊരു ശബ്ദം എന്നോട് പറഞ്ഞു, നീ പുറത്തോക്കൊന്ന് പോകാൻ. സ്വോത്രം പറഞ്ഞോ, സ്വോത്രം പറഞ്ഞോ. ദൂത് വരിക. സ്വോത്രം പറഞ്ഞോ.
വാഗ്ദത്തം ജീവിക്കപ്പെടാൻ അകത്തളങ്ങളിൽ ആണ്ടുകളായി ഇരിക്കുന്നതിന് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മുടെ തലമുറയെ വിടുവിച്ചെടുക്കാൻ അകത്തുള്ളതിനെ പുറത്തു കൊണ്ടുവരുവാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. അല്പനിമിഷങ്ങൾ ഇതിനകത്ത് അഭിഷേകത്തിന്റെ ആരവം ഒന്ന് ഉയരട്ടെ. പോരാ പോരാ, എന്റെ സഹോദരിമാരെ, പോരാ. ഏറ്റെടുക്കുന്നതിന്റെ ശക്തി പോരാ. എല്ലാ ധരങ്ങളും തുറന്ന് അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ചു തുടങ്ങിയേ. എല്ലാ കരങ്ങളും ഒന്ന് ചേർത്തടിക്കട്ടെ. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അകത്തുള്ളത് ചിലത് പുറത്ത് വരട്ടെ. ഏറ്റെടുത്തോ, ആരും തടയത്തില്ല. ഏറ്റെടുത്തോ. എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കണമെന്ന് തോന്നുന്നവർക്ക് ഈ സെക്കൻഡുകളിൽ എഴുന്നേൽക്കാം. ആത്മസ്വാതന്ത്ര്യത്തോടുകൂടി ഈ ദൂത് കൈമാറുക. എഴുന്നേറ്റോ, എഴുന്നേറ്റോ, എഴുന്നേറ്റ് പ്രാപിച്ചോ. കഴിഞ്ഞ വർഷങ്ങളിൽ പിശാച് കൊട്ടിയടച്ച ചില നന്മയുടെ വാതിലുകൾ open. I command in the name of Jesus. കർത്താവേ, എഴുന്നേറ്റ് നിന്റെ കരങ്ങളെ തട്ടി ദൂത് ഏറ്റെടുക്കുന്ന എന്റെ വാത്സല്യ സഹോദരിമാർക്കായി സ്തോത്രം. വളരെ ആത്മാർത്ഥമായി അപ്പാ, ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പാ, ഒരു anointing. എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ മേലല്ല, ഇരിപ്പിടത്തിലിരിക്കുന്നവരുടെ മേൽ, വേദിയിൽ ഇരിക്കുന്ന പ്രിയ വാത്സല്യ സഹോദരിമാരുടെ മേൽ ചാടി എഴുന്നേറ്റ് പ്രാപിച്ചോ. എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ ഒരു anointing. വൈശസ ഹൽഖമന റഗത് ഖാലഗക്ഷസിയാതന. ആ ഫ്രണ്ട് റോയിൽ ബ്ലാക്ക് ഷോൾ ഇട്ട് വൈറ്റ് സ്ക്രാഫ് കെട്ടി അത് കൈവക്കി. വാഗ്ദത്തം ജീവിക്കാൻ പോവാ. ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്തു. നടക്കത്തില്ലെന്ന് സാത്താൻ പറയും. ഇത് കഴിയുമ്പം രഹസ്യമായിട്ട് വന്നാൽ മതി, പറയാം. നടക്കത്തില്ലെന്ന് പിശാച് പറയും. ഇന്ന് പകരം ആന്റി പരിശുദ്ധാത്മാവ് പറയുക, അകത്തുള്ളത് ചിലത് പുറത്ത് വരിക. അതിന്റെ തൊട്ടടുത്ത് കഴുത്തിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷാള് കുരുക്കിയിട്ടിരിക്കുന്ന മോളൊരു ഹല്ലേലൂയ പറഞ്ഞേ. കരങ്ങളെ തട്ടി തുടങ്ങിക്കോ, ദൂത് കൈമാറാൻ പോവാ. നൃത്തം ചെയ്യണോന്ന് തോന്നിയാ ചെയ്തോ. മോളെ പ്രാപിച്ചോ. അടുത്ത് നിൽക്കുന്ന ആരെയും നീ നോക്കണ്ട, നീ പ്രാപിച്ചോ. ഭവനത്തിനകത്ത് നിന്നെ ഒതുക്കി വെച്ചൊരു സാധനമുണ്ട്. ചില നിരാശയുടെ പടിക്കുഴികളുണ്ട്. ഇന്ന് പകലിൽ ആത്മാവിൽ അതിനെ വെട്ടുക. നൃത്തം ചെയ്തോ, ആരെ നോക്കണ്ട.
ആരാധന. എന്റെ വേദിയിലിരിക്കുന്ന സഹോദരിമാരൊക്കെ എഴുന്നേറ്റ് എന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഓർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു പുതിയ ശുശ്രൂഷയുടെ ഫലം നിങ്ങൾ പ്രാപിക്കാൻ പോവാ. മോളെ, ഭവനത്തിന്റെ പടിക്കുഴി കർത്താവേ, പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിയന്ത്രിപ്പാൻ കഴിയാത്ത ഒരു വെളിപ്പാടിന്റെ ശുശ്രൂഷയുടെ ആധിക്യം യേശുവിന്റെ നാമത്തിൽ ടച്ച്. I command in the name of Jesus, fire. ചലിക്കട്ടെ. ഇന്ന് പകലിൽ നോക്കുകുത്തികളായിട്ട് വന്നു പോകാനല്ല, അകത്തുള്ളത് ചിലത് കെട്ടുപൊട്ടി നിനക്ക് വേണ്ടി പുറത്തു വരുന്ന പകലാണെന്ന് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുക. ചലിക്കട്ടെ, ഒരറ്റ മുതൽ ചലിക്കട്ടെ. നിയന്ത്രിപ്പാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പോരാ, നിന്റെ നന്മയെ അകത്ത് വെച്ചിരിക്കുക, നീ പൊട്ടിക്കുക. പരിശുദ്ധാത്മാവിൽ പൊട്ടിച്ച് ആത്മാവിൽ അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവാ. നിന്റെ തലമുറയെ അകത്തളങ്ങളിൽ ബന്ധിച്ച് വെച്ചിരിക്കുന്നത് ഇന്ന് പകലിൽ റിലീസ്. ഏറ്റവും പുറകിൽ രണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തി ആരാധിച്ച് ആനിയെ പിടിച്ചോണേ. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി ആരാധിക്കുന്ന ആന്റിയോട് നിന്റെ തലമുറയുടെ മേൽ ഒരു റിലീസ്. ആന്റി വിശ്വസിച്ചോ? അകത്ത് ബന്ധിച്ച് വച്ചിരിക്കുന്ന നിന്റെ തലമുറയുണ്ടല്ലോ, ആത്മാവിൽ കാണുക. ഇന്ന് പകലിൽ പുറത്തു വരുവാൻ കൽപ്പിക്കുക. യെസ്, യെസ്. വന്നപ്പോൾ മിരിയാം പറഞ്ഞു, പൈതലിന് പാല് കൊടുക്കാൻ എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ. കണ്ടോ, സഹോദരനെ കുറിച്ചുള്ള ആത്മഭാരമുള്ള പെങ്ങളുടെ ബുദ്ധി. ദൈവം, നിങ്ങളിവിടെ ഉണ്ടോ? ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് വെക്കുമ്പോഴും യോഖേബേദിനറിയാം ദൈവം എന്നെ കൈവിടത്തില്ല. നിന്റെ തലമുറ ഞാകടക്കകത്ത് കിടന്നാലും ഒരിക്കൽ രാഷ്ട്രത്തിന് വേണ്ടി പുറത്തു വരും. ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ മോശ വളർന്നു. പകരം ദൂതിലേക്ക് മടങ്ങി വരിക. യഹോവയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച്
ഭാരം യഹോവയുടെ മേലിട്ട് കർത്താവിൽ പ്രത്യാശ മുറുകെ പിടിച്ച് വാഗ്ദത്തം പിടിച്ചടക്കാൻ ദൈവത്തിന് വേണ്ടി നിന്ന യോക്കേബേദിനെ പോലെ ഇന്ന് പകലിൽ ചില യോക്കേബേദുമാരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഏറ്റെടുത്തോ. ഒരു യോക്കേബേദായിട്ടൊന്ന് മാറിക്കേ. പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ ധൈര്യമുള്ള സ്ത്രീയായി അടിമതുകത്തിൽ നിന്നൊരു ജനത്തെ വിടുവിച്ചെടുക്കാൻ തന്റെ തലമുറയെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത യോക്കേബേദിനെ പോലെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം. പഠിപ്പിക്കണ്ടെന്നല്ല ഈ പറയുന്നത്. സിസ്റ്റർ അക്സാ പ്രവീൺ റാന്നി ദുരുപദേശം പറയുന്നത് വിചാരിക്കും. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷേ എന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. അത് പറഞ്ഞപ്പോ അമ്മയും കുറഞ്ഞു അല്ലേ? എന്താകണമെന്ന് നമ്മളല്ല. For the Christ. രാജ്യത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും ധൈര്യത്തോടെ തലമുറയെ ഒളിപ്പിച്ചു വെച്ച വാഗ്ദത്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ച യോക്കേബേദിനെ പോലെ ദൈവം തന്ന തലമുറയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ 2024 ചുവട് വെക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ നിശബ്ദമായ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അവിടെ ഒരു ആന്റി വിഷമത്തോടെ എന്നെ നോക്കുന്നു. അയ്യോ, നിർത്തുവാണോ എന്നാണ് ആ നോട്ടത്തിന്റെ ഒരു അല്ലേ. സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല അല്ലേ. ഇനിയും അവസരങ്ങൾ കർത്താവ് ഒരുക്കുമല്ലോ. ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിന്റെ ശുശ്രൂഷയല്ലേ. ഇതൊരു പൊതുവായ കോൺഫറൻസ് മീറ്റിംഗ് അല്ലേ. നമ്മൾ സമയം നോക്കണം, എല്ലാം പരിജ്ഞാനത്തിൽ ചെയ്യണമല്ലോ. കർത്താവ് അതിനൊക്കെ അവസരങ്ങൾ ഒരുക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞായിരുന്നു. അന്നുള്ളവരോടൊക്കെ ചോദിച്ചാൽ മതി. ശാരീരികമായി വളരെ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്പൈനൽ കോഡ് കംപ്ലീറ്റ് തകർന്നു പോയൊരു വ്യക്തിയാണ്. കണ്ടാ പറയത്തില്ല. ഇല്ല, മോൾ ചിരിച്ചോണ്ട് നോക്കുന്നു. സ്തോത്രം. ഈ വ്യക്തിയാണോ ഇത്ര നേരം നിന്നേന്നായിരിക്കും ചോദിക്കുന്നത്. ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് വെച്ചവനെ ഒരു തലമുറയുടെ നേതാവാക്കി മാറ്റാമെങ്കിൽ, നിയോഗം ഉണ്ടെങ്കിൽ സ്പൈനൽ കോഡ് അല്ല ബ്രെയിൻ പോയാലും ദൈവം നിർത്തും. ശുശ്രൂഷയുണ്ടോ, വാഗ്ദത്തമുണ്ടോ, നിയോഗമുണ്ടോ, അനുഗ്രഹമുണ്ടോ, ദൈവം നിർത്തും. ആയുസ്സിനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരാമേൻ പറഞ്ഞേ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു നിരീശ്വരവാദിയായി ജീവിച്ചു വന്ന എന്നെ കർത്താവ് പിടിച്ച് ഈ മഹത്വമുള്ള വേലയ്ക്കകത്താക്കി. കഴിഞ്ഞ 10 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് ഞാൻ എളിമയോടെ കർത്താവിന് മഹത്വം കരേറ്റുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ റാന്നി മലയോര മേഖല എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മക്കപ്പുഴയിൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ റാന്നി വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ 7 ആകുന്ന അടിയങ്ങളിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഭയ്ക്ക് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ട് ശുശ്രൂഷിക്കാൻ വരുന്ന കർത്താവിന്റെ ദാസൻ വർഗീസ് ഇബ്രഹാം റാന്നിയിൽ നിന്ന് ഇത് പകലും രാത്രിയും ഞങ്ങൾക്ക് 2 പേർക്കുമായി ഇവിടെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് 2 റാന്നിക്കാരെ കർത്താവ് നിയോഗിച്ചതിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു.
ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ മാന്യദാസൻ പാസ്റ്റർ ജസ്റ്റിൻ കുടുംബ അവറുകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്നലെ രാത്രിയിൽ 1 മണിയോടുകൂടി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലവും രാവിലെ നല്ല ജ്യൂസൊക്കെ തന്ന ഞങ്ങളുടെ പ്രിയ അഞ്ചുമോടെ പപ്പായും മമ്മിയും ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അഭിഷിക്തന്മാർക്ക് ദൈവനാമത്തിൽ 1 ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താലും പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. കൈക്കൊണ്ട കുടുംബത്തിനായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അവസരം ഒരുക്കി തന്ന എൻ്റെ എല്ലാ സഹോദരിമാര്, ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് വിഷമമാണ്, നിങ്ങളെ മിസ് ചെയ്യും ഞാൻ വല്ലാതെ. അന്ന് വന്നിട്ട് പോയപ്പോ മുതൽ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഞാൻ പറയത്തില്ല, അത് കള്ളവാ. ചിലര് പറയും എന്നും പ്രാർത്ഥിക്കാറുണ്ടെന്ന്, ചുമ്മാതെ പറയുന്നേ. പ്രാർത്ഥനയിൽ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ മഹത്വകരമായ പ്രസ്ഥാനത്തെ ഈ ദേശത്ത് ഇത്രത്തോളം ദൈവം ഉയർത്തിയല്ലോ. രാമേ പറഞ്ഞേ, നിന്റെ പടവുകൾ വീണ്ടും ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. മാറാനാഥ!